അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ പോരിശ മുഅ്മിനീങ്ങളായ നമ്മളൊക്കെയും മനസ്സിലാക്കിയതാണ്. അതൊക്കെയും നാം ഗൗരവത്തിൽ കാണുന്നവരാണ്, കാണേണ്ടതുമാണ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണല്ലോ. നമ്മുടെ ആഴ്ചകളിലെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം. ആ ദിവസത്തിൽ എല്ലാ ഇബാദത്തിനേക്കാളും ഏറെ പോരിശുള്ളത് അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അത് കാരണം ഉമ്മത്തീങ്ങളെ ഇടയിൽ മുത്തുനബിക്കും ഉമ്മത്തീങ്ങളിടയിലും വലിയ ബന്ധമുണ്ടാകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും കൂടി തൻ്റെ ഉമ്മത്തീങ്ങളെ കാണിക്കപ്പെടുകയും ഉമ്മത്തീങ്ങളെ ഇബാദത്തുകളെ അവിടത്തേക്ക് പ്രദർശിപ്പിക്കുകയും അവിടത്തേക്ക് കാണിക്കപ്പെടുകയും മുത്തുനബി അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ധാരാളം മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ മുത്തുനബിക്ക് നമ്മളോട് വല്ലാത്ത ഇഷ്ടമുണ്ടാകും. എല്ലാ മഹാന്മാരുടെ ചരിത്രമെടുത്തു നോക്കിയാലും അവരൊക്കെയും വെള്ളിയാഴ്ച ദിവസം ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ ഗൗരവമായിട്ട് കണ്ടത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. മഹാന്മാർ പറയുന്നത് കാണാം, കാന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു യസ്തഹിബ്ബൂന ഇക്സാറു സ്വലാത്തി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ജുമുഅ. സ്വഹാബാക്കൾ തന്നെ, എല്ലാ സ്വഹാബാക്കളും വെള്ളിയാഴ്ച ദിവസത്തിൽ അവർക്ക് ഏറെ ഇഷ്ടം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. ആ പതിവ് എല്ലാ സ്വഹാബാക്കൾക്കുണ്ടായിരുന്നു. അവർ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒന്നും കൂടി ഇബാദത്തിന് വേണ്ടി തയ്യാറാകുന്നവരാണ്. ആ ഇബാദത്തുകളിലെ ഏറെ ഒന്നും കൂടി അവർ ശ്രദ്ധിക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്താണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു വഹ്ബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് കാണാം, ലാ തദ ഇദാ കാന യൗമൽ ജുംഅത്തി അൻ തുസല്ലി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ മറ. ഓ സയ്യിദേ, നിന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒരു 1000 സ്വലാത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ചൊല്ലുന്നത് നീ മറക്കരുതേ, അത് ഒരിക്കലും നീ ഒഴിവാക്കരുതേ. അങ്ങനൊരു തൗഫീക്ക് നിനക്ക് കിട്ടിയാൽ അത് വലിയൊരു തൗഫീക്ക് തന്നെയാണ്, അതൊരിക്കലും നീ നഷ്ടപ്പെടുത്തരുതേ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് സൂചിപ്പിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. നോക്ക്, അവർക്കെയും എത്രമാത്രം മുത്തുനബിയുടെ ആ സ്വലാത്തിന് ബഹുമാനിച്ചിരുന്നു, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സ്വലാത്തിനിക്ക് അവരെത്രമാത്രം ഗൗരവം നൽകിയിരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട അബൂ താലിബിൽ മക്കി ബഹുമാനപ്പെട്ട തൻ്റെ കിതാബ് ഗ്രന്ഥത്തിൽ പറയുന്നത് കാന വൽ യുക്സിറു മിന സ്വലാത്തി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മി യൗമിൽ ജുംഅത്തി വലൈലതിഹാ വഅഖല്ലു ദാലിക അൻ യുസല്ലി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 300 മറ. ഒരു മുഅ്മിനിൻ്റെ ബാധ്യത തന്നെയാണ് എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 300 സ്വലാത്തെങ്കിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ നീ ചൊല്ലണേ എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 300 സ്വലാത്തെങ്കിലും നാം ചൊല്ലുന്നവരാകണം. മുഅ്മിനീങ്ങളാണ്, മുത്തുനബിയെ ഹുബ്ബ് വെക്കുന്നവരാണ്, മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നവരാണ്, ഇഷ്ക് വെക്കുന്നവരാണ്, മുത്തുനബിയുടെ സ്നേഹം കിട്ടണമെന്ന് ആശിക്കുന്നവരാണ്. ഇതിനൊക്കെയും കാരണമാവുകയാണ് ഏതൊരു മുഅ്മിനും, ഏതൊരു ആരിഫ്, ഏതൊരു വലിയും അവരുടെ ജീവിതങ്ങളൊക്കെയും എടുത്തു നോക്കിയാൽ അവരൊക്കെയും വിജയിച്ചിട്ടുള്ളത് മുത്തുനബിയുടെ സ്വലാത്ത് കൊണ്ടാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അവർ സ്വലാത്ത് വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊരു ജീവിതം നമുക്കുമുണ്ടാകണം. ധാരാളം സ്വലാത്ത് മുത്തുനബിയുടെ മേൽ ചൊല്ലുന്നവരാകണം. പ്രത്യേകിച്ച്
വെള്ളിയാഴ്ച ദിവസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സ്വലാത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ധാരാളം സ്വലാത്ത് ചൊല്ലുക. മുത്തുനബിയുടെ ഇഷ്ടം ലഭിക്കുന്ന ആ നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.